വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നമ്മുടെ പുള്ളിയുറുമ്പുകൾ വെച്ചിട്ടുള്ള പുതിയ വീട് കാണാൻ വന്നതാണ് കേട്ടോ. വീട് കാണാൻ വന്നപ്പോൾ ഇവിടെ വീട്ടുകാരൊന്നുമില്ല. ഏതായാലും വീടിൻ്റെ കൺസ്ട്രക്ഷൻ കൊള്ളാൻ, നല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ വീടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു ഇല പറിച്ചുകൊണ്ട് പോവാന്ന്. അങ്ങനെ ഞാൻ ചെടിയുടെ അനുവാദം ചോദിച്ചപ്പോൾ ചെടി പറഞ്ഞു, പെയിൻറ് ചെയ്യാനാവൂല്ലേ, എന്നാൽ ഒരു ഇല പറിച്ചോ, എന്നിട്ട് പടം വരച്ചിട്ട് എന്നെ കൊണ്ട് കാണിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇലയും കൊണ്ട് അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇല എന്ന് പറയുന്നത് അബ്യൂ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇലയാണ് കേട്ടോ. ഇതിലാണ് നമ്മളിന്ന് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ലേഡിയുടെ പിക്ചറാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഇതെല്ലാം ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്, കാരണം ഞാനിവിടെ ഔട്ട്ലൈനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ സ്കിൻ കളർ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് പെയിൻറ് കൊണ്ട് തന്നെ കൈകൊണ്ടും ബ്രഷ് കൊണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് 2-3 കോട്ട് എടുത്തിട്ടാണ് ആ ഒരു സ്കിന്നിൻ്റെ കളറ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ ഡ്രസ്സിന് ബ്ലൗസും ഞാനിവിടെ ഒരു സാരി കൊടുത്ത ലേഡീനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡ് കളർ കൊടുത്തിട്ട് ഡ്രസ്സിൻ്റെ ഔട്ട്ലൈനും കൂടി ചെയ്തു. പിന്നെ ലീഫ് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഓരോ ലെയറും നല്ല രീതിക്ക് ഉണങ്ങണം. നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന പോലെയല്ല, അതിങ്ങനെ പീൽ ഓഫ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ താഴത്തെ ലെയർ. പിന്നെ നമ്മൾ പച്ച ഇലയിലാണ് വരയ്ക്കുന്നത്. ഞാനിതുപോലെ അയൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉണക്കിയെടുക്കുക ഇത്യാദി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാനിതിപ്പോൾ 1-2 ദിവസം എനിക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്തുകൊണ്ട് ഇല കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പച്ച ഇലയിൽ വെറും പച്ച ഇലയില പറിച്ചു കൊണ്ടുവന്ന അതേ ടൈമിൽ തന്നെ വരച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടി വരയ്ക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ എനിക്ക് ഈ ഒരു ലീഫിൽ വരയ്ക്കുന്ന സമയത്ത് ഔട്ട്ലൈൻ കൊടുത്ത് വരയ്ക്കുന്നത് ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ലൈൻ കൊടുക്കാതെ വരയ്ക്കുമ്പോൾ ഫ്രീ ഹാൻഡഡ് ആയിട്ട് നമ്മളുടെ കൈ കൊണ്ട് പെയിൻറ്റ് വെച്ച് തന്നെ വരച്ചിട്ട് പിന്നീട് നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ ഡീറ്റെയിലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ആളിൻ്റെ രൂപം വളരെ മിസ്റ്റീരിയസ് ആയിരിക്കും. നമുക്ക് തന്നെ വരച്ച് വരുമ്പോൾ മാത്രമേ ആ ഒരു ഫേസ് റിവീൽ ചെയ്ത് വരുള്ളൂ. നമ്മൾ ഔട്ട്ലൈൻ വെച്ച് കൊടുക്കുമ്പം ആ ഒരു ഫേസ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഏത് ഫേസാണ് വരയ്ക്കാൻ പോകുന്നതെന്ന്. സോ അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കളർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു ഫേസ് ഭയങ്കരമായിട്ട് മിസ്റ്റീരിയസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. ലാസ്റ്റ് മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വരച്ച് വരുമ്പോഴാണ് ആ ഫേസ് തന്നെ ആ ഒരു ഇതിൽ തെളിഞ്ഞ് വരിക. ഈവൻ ഞാൻ പോർട്രേറ്റുകൾ ചെയ്തപ്പോൾ പോലും ഞാനിങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ചെയ്തിട്ടില്ല. അതിൽ തന്നെ ഞാൻ മേരി ക്യൂറി, രവീന്ദ്രനാഥ ടാഗോർ, അതുപോലെ തന്നെ ജോക്കർ, ഐസക് ന്യൂട്ടൺ ഇവരെയൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ ഔട്ട്ലൈൻ ഒന്നും കൊടുക്കാതെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഫറൻസ് പിക്ചറിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് തന്നെ ഡീറ്റെയിലിങ് കൊടുത്ത് പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാൻ ഈ വരയ്ക്കുന്ന പിക്ചർ പെർഫെക്റ്റ് ആണെന്നോ ഞാൻ ഇത്രയ്ക്ക് ഭയങ്കരമായിട്ട് വരയ്ക്കുന്ന ആളാണെന്നൊന്നും അല്ല പറയുന്നത്. എൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫെക്ഷനേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഐ എം ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ്. അതിപ്പോൾ എൻ്റെ വോയിസിൻ്റെ ഇംപെർഫെക്ഷൻ ആണെങ്കിലും എൻ്റെ ഫേസിൻ്റെ ഇംപെർഫെക്ഷൻ ആണെങ്കിലും എല്ലാം. സോ എല്ലാവരും പെർഫെക്റ്റായിട്ട് ഭൂമിയിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രോയിങ്ങിലും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. കാരണം ഞാനൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല. പിന്നെ ഞാനെല്ലാം തന്നെ സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാനൊരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജിലുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ മൈ ആർട്ട് വർക്ക്സ് മേ ബി ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ഓർ മേ ബി ഇംപെർഫെക്റ്റ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യൂ പോയിൻ്റ് അനുസരിച്ചിരിക്കും ഇത് കാണുന്ന ആൾക്കാരുടെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷിൻ്റെ സൈസ് എന്താണെന്നോ ഒക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു നെയിൽ ആർട്ടിൻ്റെ ബ്രഷാണ് കേട്ടോ. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു 400, അതായത് 4 വരും. 000-നെക്കാട്ടിലും ചെറുതാണ്, കുറച്ചും കൂടെ ഭയങ്കര ഫൈനാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കുക. ഇത് 3 ബ്രഷുള്ളൊരു സെറ്റായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ടൂൾസിന് പ്രത്യേക വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോസിൽ പറയാത്തത്. അപ്പോൾ ഞാൻ ലീഫ് പെയിൻറ്റിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. ഞാൻ ടിക്ടോക്കിലാണ് ഫസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അന്നത് കുറേയൊക്കെ വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നങ്ങനെ വേറെ ആരും ഇത് ചെയ്യണോ കണ്ടിട്ടില്ല ലീഫ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഒരുപാട് പേര് ചെയ്ത് നമ്മൾ
സോഷ്യൽ മീഡിയയിലും എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് പേര് ഭയങ്കര പ്രൊഫഷണലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്യുന്നവരുണ്ട്. ഇതൊരു നാച്ചുറൽ ക്യാൻവാസ് അല്ലേ, ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പ്രിസർവ് ചെയ്യാം. അപ്പോൾ പ്രിസർവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ പെയിൻറ്റിങ് പ്രിസർവ് ചെയ്യുന്നതെന്ന്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണില്ല കേട്ടോ. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനെങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത് പറയാം. ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള രീതി ഉണ്ടാവും പ്രിസർവ് ചെയ്യാൻ. അപ്പോൾ ഞാനെങ്ങനെ പ്രിസർവ് ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടെ പഴയ എൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം. പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെടിയെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഇലയല്ലേ. അപ്പോൾ ചെടിയെ കൊണ്ട് കാണിച്ചപ്പോൾ ചെടി പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. cheers.